തൃശൂരിലെ വോട്ട് കൊള്ളയിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം. തൃശൂർ എ.സി.പി പരാതി അന്വേഷിക്കും. വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ് തൃശൂരിൽ നിന്ന്. ശരത്ത്, ഏകദേശം 30,000 മുതൽ 60,000 വരെ കള്ളവോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. എന്താണ് പ്രതാപൻ നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? സിജു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി.എൻ. പ്രതാപൻ എം.പി നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത്. തൃശൂർ എ.സി.പി ആണ് പരാതി അന്വേഷിക്കുക. വ്യാജരേഖ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. വിഷയത്തിൽ വിശദമായ നിയമോപദേശവും തേടും. ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടറോട് പരാതിയിൽ നിർദ്ദേശം തേടാൻ പോലീസ് നീക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരോക്ഷമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ഇതിലെ ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്ന വിഷയമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. നിലവിൽ പ്രാഥമികമായ പരിശോധനയ്ക്കാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. എ.സി.പിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള 30,000 മുതൽ 60,000 വോട്ടുകൾ വരെ കള്ളവോട്ടർമാർ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്ന ആക്ഷേപം ഉയർന്നതിന് ശേഷം തുടർന്ന് നിരവധി വിവരങ്ങൾ അല്ലെങ്കിൽ നിരവധി സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും 2 വോട്ടർമാരുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത്. ഇതാണ് ഇപ്പോൾ അന്വേഷിക്കാൻ എ.സി.പിക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത്. സിജു, ശരത്, ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ കൃത്യമായ വ്യക്തമായ തെളിവുകളുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഡ്രൈവറെ അടക്കം ഇരട്ട വോട്ട് ചേർത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ പരാതി വന്നിരിക്കുന്നത് ഒരേ തരത്തിൽ വലിയ കാര്യങ്ങൾ. ഒന്ന്, ഇരട്ട വോട്ട്, പല വോട്ടുകൾ ചേർത്തു, കള്ളവോട്ട് ചേർത്തു. അതോടൊപ്പം തന്നെ ഈ കള്ളവോട്ടിനായി വ്യാജരേഖകൾ ചമച്ചു എന്നുള്ള കാര്യം കൂടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വ്യാജരേഖ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടച്ചിട്ട ഫ്ളാറ്റുകളിലെ വീട്ടുടമസ്ഥർ അറിയാതെ പേര് ചേർത്ത വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ മുതൽ വാർത്തകൾ വരുന്നുണ്ട്, വിവരങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരത്തിൽ ടി.എൻ. പ്രതാപൻ പരാതി നൽകിയിരുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. സിജു, ശരി. ശരത്ത് ഓങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കള്ളവോട്ടിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി. ടി.എൻ. പ്രതാപനാണ് പരാതി നൽകിയത്. തൃശ്ശൂർ എ.സി.പി കേസ് അന്വേഷിക്കും, പരാതി അന്വേഷിക്കും.